നമസ്കാരം. ഭാരത് മൊബിലിറ്റി ഷോ ഡൽഹിയിൽ നടക്കുകയാണ്. അപ്പോൾ ഡൽഹി വന്നേക്കാണ്, ആരും ഇന്നോവേറ്റീവ് അല്ല, സ്വന്തം ചിലവിൽ വന്നേക്കാണ് ഇവിടെ നടന്ന കാര്യങ്ങൾ കാണിക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ആ ഒരു ബോംബ് എന്നൊക്കെ പറയാവുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു വണ്ടി എന്ന നിലയ്ക്കുള്ള മാരുതി വിറ്റാര അതായത് ഈ വിറ്റാരയെ ഇവിടെ അവതരിപ്പിച്ചേക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഇലക്ട്രിക് ആക്കാൻ മാരുതി മതി എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇലക്ട്രിക് ആകാൻ വന്ന അവതാരമാണോ ഇതെന്നുള്ളത് ഇപ്പോൾ പറയാനില്ല, കാരണം പ്രൈസ് അവർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ക്രെറ്റ വന്ന സ്ഥിതിക്ക് B6 വന്ന സ്ഥിതിക്ക് എനിക്കറിയില്ല അവരെന്തുമാത്രം ആ ഒരു അഗ്രസീവായിട്ട് വണ്ടി പ്രൈസ് എന്നുള്ളത്. അത് വന്നാലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും ഈ വണ്ടി ഒന്ന് നടന്ന് കാണിക്കാം. ചാവി വേണമല്ല, ഉള്ളത്തെ കാര്യം കാണിക്കാൻ പറ്റില്ല. എന്നാലും വണ്ടി ഒന്ന് നടന്ന് കാണിക്കാം. ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ലളിതമായിട്ട് പറയാം. വരും. ഞാനേ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്കൂടെ കാണാം, ആ തിരക്ക് കാണാം. കാരണം ഈ വണ്ടി കാണാനായിട്ട് ആളുകളുടെ തള്ളാണ്. അതിന് കാരണമുണ്ട്. കാരണം വിറ്റാര ആവുന്നു, അല്ലെങ്കിൽ മാരുതി ആദ്യം വാഗണാർ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇറക്കിയത് ഈ വിറ്റാരയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വിറ്റാരയുടെ രൂപം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതിന് ചില സാമ്യങ്ങൾ അവിടെ കാണാം. എനിക്ക് പല വണ്ടികളിലും സാമ്യം തോന്നുന്നുണ്ട്. ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പോൾ കുറിച്ച് പറഞ്ഞില്ല. ഇപ്പോൾ ഹെഡ് ലാമ്പ് ആണെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു വലിയ ആ ഒരു പ്ലേറ്റിൽ ആ ഒരു സുസുക്കിയുടെ ആ ഒരു ബാഡ്ജ് ആണെങ്കിലും, അതല്ല താഴെ കാണുന്ന ക്യാമറ ആണെങ്കിലും ഈ വിറ്റാര എന്നുള്ള ആ ഒരു നമ്മൾ നോക്കണ്ട, 2 റൗണ്ട് ഫോഗ് ലാമ്പും ആ ഒരു എഡാമും എല്ലാം ഈ വണ്ടിയുടെ ആ ഒരു എന്താ പറയുക ഡിസൈൻ്റെ കാര്യമായിട്ട് കാണാൻ പറ്റും. ഇനി അഡാസ് ക്യാമറ ഉണ്ടായത് അഡാസ് ലെവൽ 2 ഉള്ള വണ്ടിയാണ്. അപ്പോൾ അഡാസിൻ്റെ ക്യാമറ കാണാം. പിന്നെ ആ ഒരു ഗ്ലാസ് ഏരിയയും വൈപ്പേഴ്സൊക്കെ കാണുന്നുണ്ട്. ഗ്ലാസിൻ്റെ ആ ഒരു വാഷൊന്നും വെച്ച് വൃത്തികേടാക്കിയിട്ടില്ല, നീറ്റാണ് കാര്യങ്ങൾ. പിന്നെ ഫെൻഡറിന് ആ ഒരു ബീഫിനെസ് ഉണ്ട്. ഒരു ബീഫിനെസ് എന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ വീലാണ്. ഈ വീൽ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു MRF ടയറാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ കൊള്ളാം. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 225, 55, 6, 18. അപ്പോൾ 18 15 ആ ഒരു വകഭേദങ്ങളിൽ ഇതിൻ്റെ വീലുണ്ടെന്നുള്ളതാണ്. വലിയ ക്ലാഡിങ് ആ ഒരു വീലാർച്ച് മൂലം അങ്ങോട്ടെല്ലാം ആയിട്ട് ആ ക്ലാഡിങ് ഇങ്ങനെ വണ്ടിയെ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതാണ് വിറ്റാരയുടെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ഈ വിറ്റാരയുടെ ആ ഒരു സസ്പെൻഷനും ആ ടയറും അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ യൂണിറ്റും മോട്ടറും എല്ലാ കാര്യങ്ങളോട് കാണാം. ഇവിടെ ആ ഒരു വീലിൻ്റെ ഒരു കാര്യങ്ങളുണ്ട്. ഇതാണ് സ്റ്റെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതാണ് വലിയ ബാറ്ററി പാക്ക്. 500 കിലോമീറ്റർ മുകളിൽ റേഞ്ച് വരുന്ന ഈ വിറ്റാരയ്ക്ക് വലിയ ബാറ്ററി പാക്ക് ഉണ്ട്. ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം വേറെയാണ്. ഇത് വിറ്റാരയുടെ പ്ലാറ്റ്ഫോം അല്ല, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വീൽ ബേസിൻ്റെ ഗുണം അല്ലെങ്കിൽ സ്ഥല സൗകര്യം ഉണ്ടെന്നാണ് മാരുതി പറയുന്നത്. വിറ്റാരയുടെ കൂടിയ വേരിയന്റിന് 61 kWh വരെ ബാറ്ററി ഉണ്ടെന്നുള്ളതാണ്. ഈ യൂണിറ്റൊക്കെ കട്ടവയിൽ കാണട്ടോ കേട്ടോ. സൈഡ് പ്രൊഫൈലിന് മുന്നേ പിൻവശം കാണിക്കാൻ കാര്യമുണ്ട്. നല്ല തിരക്കാണ്. ഒരു സ്പോയിലർ ഉണ്ട്. സ്പോയിലറിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ കൊള്ളാം. ലൈറ്റിന് വിറ്റാരയുടെ ലൈറ്റുമായിട്ട് സാമ്യമുണ്ട്. ഈ വിറ്റാര നല്ല ബാഡ്ജ് ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ബൂട്ട് തുറക്കാനായിട്ടുള്ള ആ ഒരു ബട്ടൺ ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് തുറക്കാം. വലിയ ബൂട്ടാണ്. വലിയ ബമ്പറുണ്ട്. ബമ്പറിൽ ആ ഒരു എന്താ പറയുക ഇൻസേർട്ടുകളൊക്കെ കാണുന്നുണ്ട്. 2 റിഫ്ലക്ടർ ഉണ്ട്. ഇതാണ് ടൈൽ ലാമ്പിൻ്റെ ഒരു ക്ലോസപ്പ് ഡിസൈൻ എന്നുള്ളതാണ് കേട്ടോ. ഇനി ഡിഫോറും വൈപ്പറും കാണാം. ഒരു ഷാർക്കിന് എന്നോടി കൊടുത്തിട്ടുണ്ട്. വിറ്റാര EVയുടെ ഈ ഡാഷ്ബോർഡ് ഡിസൈൻ ഒക്കെ തീർത്തും ആ ഒരു പുതുമയുണ്ട്. സാധാരണ മാരുതി അല്ലെങ്കിൽ സുസുക്കി കാറുകളിൽ കാണുന്ന ഒന്നുമല്ല, പുതുമയുണ്ട്. ഈ സ്റ്റിയറിംഗിനും പുതുമയുണ്ട്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ ബട്ടൺസ് കാണാം. ബട്ടൺസൊക്കെ അഡാസിൻ്റെയാണ്. വലിയ സ്ക്രീനുകളാണ്. സ്ക്രീൻ ഓൺ ചെയ്യാൻ പറ്റില്ല. അത് റിവ്യൂവിൽ പറയാം. ഈ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും ഈ ഒരു AC വെൻറ്റുകളും ആ ഒരു ടോഗിൾ സ്വിച്ചുകളും താഴെ കാണുന്ന ആ ഒരു ഇൻഡക്ഷൻ ചാർജിങ്ങും കപ്പ് ഹോൾഡറും വലിയ ആ ഒരു ജുവൽ നോബും മോഡുകൾ, സ്നോ മോഡ് പോലുള്ള മോഡുകളുണ്ട്, ഡ്രൈവ് മോഡുകളുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഒരു ഇലക്ട്രിക് പവർ ബ്രേക്കും ഒരു ആംറസ്റ്റും എല്ലാം ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, ഈ ഒരു വലിയ സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോ ബോക്സ് സാധാരണ ആ ഒരു മാരുതിയുടെ ആ ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളില്ല. ഡോർ പാഡിൽ അത്യാവശ്യം ഇൻസേർട്ടുകളുണ്ട്. ഇവിടെ ആ ഒരു ഫ്രെയിംലെസ് മിറർ പോലുള്ള മിറർ ഉണ്ട്. വലിയ കൺസോൾ ഉണ്ട്. കൺസോളിൽ ആ ഒരു സൺറൂഫിൻ്റെ സ്വിച്ച് കാണാം. ഇനി ഈ ഒരു മിറർ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയും സൺവൈസറുണ്ട്. അത് പാസഞ്ചർ സൈഡിലും കാണാവുന്നതാണ് കേട്ടോ. ഇവിടെ ആ ഒരു ക്യാമറയുടെ ബട്ടണും താഴെ കാണുന്ന ആ ഒരു പെഡൽസിനും മാരുതിയുമായിട്ട് സാമ്യമുണ്ട് എന്നുള്ളതാണ്. അത് സെലറിൽ കാണുന്ന ആ ഒരു പെഡൽ തന്നെയാണ്. ഇതാണ് ഈ വിറ്റാരയുടെ ആ ഒരു ഡോർ പാഡ്. ഡോർ പാഡിലെ ആംറസ്റ്റിൽ നമുക്ക് ആ ഒരു ചെറിയ ഇൻസേർട്ട് കാണാം. ഇനി ഇവിടെ കണ്ടോ ആ ഒരു ഇൻസേർട്ട് കാണാം. ഇനി ബൂട്ട് തുറക്കേണ്ടതുണ്ട്. ഈ സീറ്റ് നോക്കിയേ. ഈ സീറ്റ് പവേർഡ് സീറ്റാണ്. 8 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ബട്ടണുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. സീറ്റിൻ്റെ ബോൾസിനും കൊള്ളാം. സീറ്റ് കാണാൻ ഭംഗിയുണ്ട്. പാസഞ്ചർ സീറ്റിൽ പക്ഷേ ആ ഒരു മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് അല്ല അത് എന്നുള്ളതാണ്. വശങ്ങളിൽ പിന്നിലെ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് മുകളിലാണ്. അത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പിൻ സീറ്റ് കാണാം. ആ ഒരു കൂടിയ വീൽ ബേസിൻ്റെ ഗുണം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. റിയർ AC വെൻ്റ് ഉണ്ട്. സീറ്റിൻ്റെ ബാക്ക് വലിയ സ്കൂപ്പിംഗ് അല്ല. ഈ സീറ്റിൻ്റെ റിക്ലൈനിങ് ഞങ്ങൾ നന്നായിട്ട് തോന്നി. 3 ഹെഡ് റെസ്റ്റുകളും 3 സീറ്റ് ബെൽറ്റും കാണാം. ഈ ഒരു തൈ സപ്പോർട്ടും മികച്ചതായിട്ട് തോന്നി എന്നുള്ളതാണ്. ഇനി പിന്നിലെ ഡോർ പാഡിലും ആ ഒരു ആംറസ്റ്റിൽ ആ ഒരു പാഡിംഗ് ഉണ്ട്. പിന്നെ ആ ഒരു സിൽപ്ലേറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഫ്ലാറ്റാണ് ഫ്ലോർ. ബേസിക്കലി ഫ്ലാറ്റ് ഫ്ലോർ ആണ്. EV ഉണ്ട്. പിന്നെ മുകളിലായിട്ട് ആ ഒരു സൺറൂഫ് കാണാം. പനോരമിക് അല്ല, സാധാ സൺറൂഫാണ് എന്നുള്ളതാണ്. ലൈറ്റുകളുമുണ്ട്. ഈ വിറ്റാരയുടെ സ്പെയർ വീലും അലോയ് തന്നെയാണ്. വലിയ ആ ഒരു സ്പേസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അലോയിൽ കാണാം. ഇവിടെ ചാർജറൊക്കെ വെക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. കൂടാതെ ഇതാണ് ചാർജർ എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പുകളായിട്ടുള്ള ആ ഒരു പാഡ് ഇവിടെ കാണാം വിറ്റാരയുടെ. പിന്നെ ഈ ഒരു സീറ്റിന് പ്രത്യേകത ഉണ്ട്. നമുക്ക് സീറ്റിൻ്റെ ഈ ഒരു ഭാഗം തുറന്നിട്ട് ഉള്ളിലേക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട്. ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ്. ആ ഒരു സ്ക്രീൻ ഓൺ ചെയ്യാത്തതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഞാൻ നീക്കിയവിടെ കണ്ടോ. ഇതാണ് ഈ വിറ്റാരയുടെ ബൂട്ട് സ്പേസ് എന്നുള്ളതാണ്.
ഈ വിറ്റാരയുടെ സൈഡ് പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭംഗിയായിട്ട് തോന്നി. ഈ വീൽ ഡിസൈൻ ഭംഗിയുണ്ട്, ഈ ഒരു ക്ലാഡിങ് എല്ലാം കൊള്ളാം. അതായത് കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതാണ്. മോൾ ഭാഗം ആ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് 2 കളറാണ്. പിന്നെ മിററിൽ 360 ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട്. ഡോർ ഹാൻഡിൽ 2 ഹാൻഡിലെ ഒരു വ്യത്യാസം കണ്ടില്ലേ? ആ ഒരു ഹാൻഡിൽ നമുക്ക് എന്ത് കാണാം? ലിക്വിഡ് സെൻസർ ഉണ്ട്. ഇനി ഇവിടെയാണ് ആ ഒരു ചാർജിങ് പോർട്ട് എന്നുള്ളതാണ്. കണ്ടാ ഇതാണ് ഈ വിറ്റാരയുടെ ചാർജിങ് പോർട്ട്. നമ്മൾ കവർ ഊരണ്ട, അതായത് ആ ഒരു ഫാസ്റ്റ് ചാർജറിന് വേണ്ടി കവർ ഊരണ്ട. അപ്പോൾ ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഓട്ടോ എക്സ്പോ അല്ലെങ്കിൽ ഭാരത് മൊബിലിറ്റി എക്സ്പോ ഒരൊറ്റ വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഹോട്ട് കേക്കായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ആളുകൾ കാത്തിരുന്ന വണ്ടിയായിട്ടുള്ള ഗ്രാൻഡ് വിറ്റാരയുടെ EV അവതാരമായിട്ടുള്ള ഈ വിറ്റാരയെ ഉപേക്ഷിക്കുന്നത് എങ്ങനെ? അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിന് നന്ദി, നമസ്കാരം.